എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ ചെമ്മീൻ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധാരണ തല കളയാറല്ല പതിവ്. അപ്പോൾ ഇനി അങ്ങനെ വേണ്ട കേട്ടോ. ആ ചെമ്മീൻ തല കൊണ്ട് നമുക്കൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. സമയം വേണ്ട. ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് അതിപ്പോൾ കറിയൊക്കെ വയ്ക്കണ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ തല കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് 1/2 കിലോ വലിയ ചെമ്മീനാണ്. വലിയ ചെമ്മീൻ്റെ തല. അത് തലയുടെ ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം നമുക്കെടുത്ത് കളയാം. കാരണം അത് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഈ സൂപ്പ് ഒന്നുകിൽ നമുക്ക് സ്ട്രെയിനറിൽ എല്ലാം റെഡിയായി കഴിയുമ്പോൾ സ്ട്രെയിനർ ഉപയോഗിച്ച് പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനാവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, അതിലൊരു 3-4 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വേണം, ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത സാലറി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒരു പകുതി സവാള ചോപ്പ് ചെയ്തത്, 2 ചെറിയ പച്ചമുളക്, ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ, പിന്നെ ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് വേണം, പിന്നെ കുറച്ച് കറിവേപ്പില, അതേപോലെ മല്ലിയില. ഈ തല നമ്മൾ അതിൻ്റെ കൂർത്ത ഭാഗം കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലൊരു കുറച്ച് ഓയിൽ ഒഴിക്കുക, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അതിലിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റാം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ സവാള, സാലറി, ക്യാരറ്റ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റാം. നമ്മൾ ആ കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതൊന്ന് കട്ട് ചെയ്തിട്ടിടാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ തല ഇട്ട് കൊടുക്കാം. ചെമ്മീൻ തല ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ ഒരു പിങ്ക് കളറാവുന്നവരെ ഒന്ന് വഴറ്റാം. ഒരു 40 സെക്കൻഡ് വരെ, 40-50 സെക്കൻഡ്. അതിനുശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ തന്നെ ഒരു 20-30 സെക്കൻഡ് വരെ ഒന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി ഇച്ചിരിയും കൂടുതലിടാം. അതൊന്നൊരു 10 സെക്കൻഡ് വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും വഴറ്റാം. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം. കുക്കറിലാവുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു 3/4 ലിറ്റർ മതി. ഇനി നമ്മളത് തിളച്ച് വരുമ്പോൾ നമുക്കൊരു കഷ്ണം ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ഒരു 20-25 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ട്. ഇപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. പൊട്ടാറ്റോയ്ക്ക് നന്നായിട്ട് വെന്ത് ഉടയണ പാകാവും. ചെമ്മീൻ തല നല്ല സോഫ്റ്റായി ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലിൽ ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം പൊട്ടിച്ചെടുക്കാം. നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അത് ഈ സൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് മല്ലിയില ഇട്ട് ഫിനിഷ് ചെയ്യാം. മല്ലിയില ഇട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കണം. അതായത് പ്രസ് ചെയ്ത് അരിച്ചെടുക്കണം. അപ്പോൾ സ്ട്രെയിനർ ഈ കമ്പി കൊണ്ടുള്ള സ്ട്രെയിനറാണെങ്കിൽ ആവണത്. നമ്മുടെ പ്ലാസ്റ്റിക് സ്ട്രെയിനർ പറ്റില്ല. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രെയിനർ ആണെങ്കിൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ മിക്സിയിൽ ഒന്നടിച്ചെടുക്കാം. ഒരുപാട് മിക്സിയിൽ അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെ എടുത്ത് വെച്ച് എല്ലാനും നമുക്ക് നന്നായിട്ട് കയ്യിലുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇതെല്ലാനും ഞാനങ്ങനെ പ്രസ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു കുറച്ച് ഫ്രഷ് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അതിൽ ചെക്ക് ചെയ്യുക.
ഇതിപ്പോൾ എല്ലാവരും കറക്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ തല സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിൽ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനിൻ്റെ 2 ചെമ്മീൻ പൊളിച്ച് ചെറുതായിട്ട് മസാല ഇട്ടിട്ട് ഗ്രില്ല് ചെയ്ത് ഗാർണിഷായിട്ട് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.